കൊല്ലം തിരുമുല്ലവാരം ബലിതർപ്പണ കേന്ദ്രത്തിലെ ദേവസ്വം ബോർഡ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തു പോലീസ്. ദേവസ്വം ബോർഡിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാണ്. മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വാവിനോടനുബന്ധിച്ചാണ് അത്തരത്തിൽ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത്, അതായത് തിരുമുല്ലവാരത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ സമയത്ത് തന്നെ അവർക്ക് വേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല. ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് അപമാനം നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബലിതർപ്പണത്തിനായുള്ള സാധന സാമഗ്രികൾ പോലും ദേവസ്വം ബോർഡ് അവർക്ക് കൃത്യമായി നൽകിയിരുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നീട് പലരുടെയും പ്രതികരണം ജനം TV വഴി പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിഷേധവും ശക്തമായത്. ഈ പ്രതിഷേധത്തിൽ തന്നെ, അതായത് ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിലൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഈ ഭക്തജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ പ്രതിഷേധിച്ച ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകർക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ സംഭവം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്, ഭക്തർ നേരിട്ട ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് വിവിധ സംഘടനകളും അറിയിച്ചിട്ടുള്ളത്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ, BJP കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ദേവസ്വം ഓഫീസിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എന്തായാലും ഭക്തർ അനുഭവിച്ച ഈ ബുദ്ധിമുട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ തയ്യാറാവണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ശരി മനോജ്.